5ാം ക്ലാസ്സിൻ്റെ പുതിയ രീതിയിലുള്ള ചോദ്യപേപ്പറുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ ആക്ടിവിറ്റി വരുന്നത് നഖ്റഉൽ മൻലൂമ വ നക്തുബു സുത്തൂറൻ മുനാസിബൻ ലി തസ്രീഹാത്തി താലിയ. കവിത വായിക്കുക, എന്നിട്ട് താഴെ 5 പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ 5 ആശയം വരുന്ന വരി ഇതിൽ നിന്ന് എടുത്തെഴുതാണ് വേണ്ടത്. നമ്മുടെ ടെക്സ്റ്റിലുള്ള കവിത തന്നെയാണ്, അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. കവിത നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വായിച്ചു നോക്കിയതിന് ശേഷം പെട്ടെന്ന് എടുത്തെഴുതാം. കുല്ലു ഹയ്യിൻ മിനൽ മാ, കുല്ലു ഹയ്യിൻ മിനൽ മാ, എല്ലാ ജീവനുള്ളവയും വെള്ളത്തിൽ നിന്നാണ്. കുല്ലു അഹിയാ എന്ന് വരുന്ന വരിയാണ്. അപ്പോൾ ഒന്നാമത്തെ വരിയാണ് അവിടെ വേണ്ടത്. അൽ മാ ഉ ഹയാത്ത്, ഹയാത്തുൻ ഫീക യാ മാ ഉ എന്നിവിടെ കാണാം. അപ്പോൾ ഈ രണ്ടാമത്തെ വരിയാണ് അതിന് വേണ്ടത്. റാഹത്തുൽ ഐഷി ബിതാഅത്തി റബ്ബ് വത്തീബുൽ ഐഷി യാ ഇഹ്വാൻ ബിതാഅത്തി റബ്ബിന റഹ്മാൻ. അപ്പോൾ മൂന്നാമത്തെ വരിയാണ് ഇവിടെ വേണ്ടത്. അൽ മാ ഉ യജൂദു ബിൽ ഖൈറി ബികുല്ലി ഔഖാത്ത്, യജൂദുൽ മാ ഉ ബിൽ ഖൈറ് വരുന്ന വരി ഇതാണ്. അതവിടെ എടുത്തെഴുതാം. നക്തശിഫു മിനൽ മൻലൂമി ഹർഫു ജറിൻ മഅൽ ഇസ്മിൽ മജ്റൂർ. വരി കവിതയിൽ നിന്ന് ഹർഫു ജറും ഇസ്മു മജ്റൂറും ഉള്ളത് എടുത്തെഴുതാനാണ് പറയുന്നത്. ഹർഫു ജറുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിൻ ഇലാഹി കൊടുക്കാം. മിൻ ഹർഫു ജറാണ്, ഇലാഹി ഇസ്മു മജ്റൂറാണ്. ഫീ ഉസ്രിൻ, ഫീ യുസ്രിൻ, ഫീ ഹർഫു ജറാണ്. ഉസ്ർ, യുസ്ർ എന്നിവ ഇസ്മു മജ്റൂറുകളായിട്ടാണ് വന്നിരിക്കുന്നത്. ബിൽ ഖൈർ, ബി ഹർഫു ജറാണ്, ഖൈർ ഇസ്മു മജ്റൂറാണ്. ഫിൽ അക്വാൻ, ഫി അക്വാൻ. ഇങ്ങനെ വന്നിരിക്കുന്ന വാക്കുകളെ നമുക്ക് എടുത്തെഴുതാം. അതിൻ്റെ തന്നെ ചോയ്സ് ആയിട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അതായത് ഈ എ വന്നിരിക്കുന്ന പ്രവർത്തനമോ അല്ലെങ്കിൽ ബിയോ എഴുതാം. നുഇദ്ദുൽ ലൗഹാത്തി അനിൽ മാഇ അലാ ലൗഇൽ മൻലൂം. കവിതയിൽ നിന്ന് വെള്ളത്തെക്കുറിച്ചുള്ള പ്ലക്കാർഡുകൾ തയ്യാറാക്കാനാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ആശയങ്ങളിൽ നിന്ന് നമുക്കെടുത്ത് ഏതെങ്കിലും 5 നമുക്കിവിടെ കൊടുക്കാം. 4 അങ്ങനെ വരുന്നത്. 5ാമത്തത് മറ്റൊരു ചോദ്യമാണ്. ആ കാര്യം ഓർമ്മിക്കുക. ടെക്സ്റ്റിൽ വെള്ളത്തെക്കുറിച്ചുള്ള പ്ലക്കാർഡുകളുണ്ട്. അവയിൽ നിന്ന് ഏതെങ്കിലും എടുത്തെഴുതിയാലും മതി.